യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഉടൻ ജയിൽ മോചിതനാകാൻ കഴിയില്ല. കാരണം റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ജാമ്യ ഹർജി സെഷൻസ് കോടതി 17-ന് മാത്രമാണ് പരിഗണിക്കുക. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും കത്തിപ്പടരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം സംസ്ഥാന വ്യാപകമായി ഇന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം ലഭിക്കുന്നത് തടയാൻ സർക്കാർ ഇടപെട്ടു എന്നടക്കമുള്ള ആരോപണങ്ങളും കോൺഗ്രസ് നേതൃത്വം ഇതിനോടകം തന്നെ ഉയർത്തി കഴിഞ്ഞു. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെയാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ജാമ്യാപേക്ഷ 17-ന് കോടതി പരിഗണിക്കും. 22 വരെയാണ് രാഹുലിനെ CJM കോടതി റിമാൻഡ് ചെയ്തത്. അതേസമയം രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഷാഫി പറമ്പിൽ MLA ഒന്നാം പ്രതിയാക്കിയാണ് കേസ്. പോലീസ് നടപടികളെ നിയമപരമായി നേരിടാനാണ് കോൺഗ്രസ് തീരുമാനം. ഭയപ്പെടുത്താനും നിശബ്ദരാക്കാനുമാണ് ഇവർ നോക്കുന്നെങ്കിൽ അത് രണ്ടും നടപടിയാവില്ല. വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. കേസെടുത്തോട്ടെ, അറസ്റ്റ് ചെയ്തോട്ടെ, ജയിലിൽ തള്ളിക്കോട്ടെ, റിമാൻഡ് ചെയ്തോട്ടെ, എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, ഇവരുടെ ജനവിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. മറുഭാഗത്ത് രാഹുലിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ് കോൺഗ്രസ്. ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടക്കും. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക, അതിനെ അടിച്ചമർത്തുക എന്നുള്ള സ്റ്റാലിനിസ്റ്റ് നയമാണ് ഈ ആധുനിക കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. രാഹുലിന്റെ അറസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങൾ ഇതിനോടകം കോൺഗ്രസ് ഉയർത്തി കഴിഞ്ഞു. അറസ്റ്റിനെ കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കിയതോടെ പ്രതിരോധത്തിലാണ് സർക്കാർ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.